ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അടിപൊളി ചെമ്മീനച്ചാർ റെസിപ്പി ആയിട്ടാണ്. അച്ചാർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കേട്ടോ ഈ റെസിപ്പി. ഇതെൻ്റെ അമ്മയാണ് ഉണ്ടാക്കി തന്നത്. അമ്മയുടെ പേര് ഷീല എന്നാണ്. അമ്മ ഉണ്ടാക്കുന്നത് അച്ചാറിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ചെമ്മീനച്ചാറാണ്. ഇതൊരു 5 കിലോ ചൂടൻ ചെമ്മീനാണ്. നമ്മൾ എപ്പോഴും ചെമ്മീനച്ചാർ ഇടുമ്പോൾ ചൂടൻ ചെമ്മീൻ, ഈ ഒരു ടൈപ്പ് ചെമ്മീനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ചെമ്മീനച്ചാർ ഉണ്ടാക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗൈസ്, ഞാനും അമ്മയും കൂടി അങ്ങനെ ചെമ്മീൻ കിള്ളാൻ പോണേണ്. നല്ല ടൈം എടുത്തായിരുന്നു. നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴുകാൻ പോണേ കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകണം. ഗൈസ്, ഈ ഒരു സമയത്ത് നമുക്ക് പാത്രത്തിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഇനി 1 സ്പൂൺ പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫുൾ നാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ, പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത ചെമ്മീനെല്ലാം ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചേരം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണേണ്. അപ്പം നമുക്ക് ചെമ്മീൻ ഒരുപാടുള്ളത് കൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോണത്. അതിലേക്ക് നമ്മളിത് ചീനച്ചട്ടി വെച്ചിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണത്. അപ്പം നമ്മുടെ ഓയിൽ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് ചെമ്മീൻ നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണേണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഗൈസ്, അപ്പം നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ബാക്കിയുള്ള ചെമ്മീനും കൂടി ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണേണ്. ഈ ഒരു ടൈമിൽ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോണേണ്. ഓയിൽ ചൂടാണ സമയത്ത് നമ്മൾ ചെമ്മീൻ അച്ചാറിൽ ഇടാൻ വേണ്ടി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഓയിലിലേക്ക് ആഡ് ചെയ്യണേണ്. അപ്പം നമുക്ക് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടേക്കണത്. അപ്പം നമുക്ക് കുറച്ച് ചെമ്മീൻ അച്ചാറാണ് ഇടണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കളറ് ഒന്ന് ചേഞ്ച് ആവണവരെ ഒന്ന് ഇളക്കിയാൽ മതി, കരിഞ്ഞു പോകരുത്. അപ്പം നമുക്കിനി അച്ചാർ പൊടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഒരു ചെറിയ പാക്കറ്റ് അച്ചാർ പൊടി ഫുൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം.
അപ്പോൾ ഗൈസ് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൊറുക്ക ആഡ് ചെയ്യാൻ പോണേണ്, വിനീഗർ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചെമ്മീനെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചെമ്മീനച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആറാൻ വേണ്ടി മാറ്റി വെക്കണേണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, അച്ചാറിലൊക്കെ ഏത് അച്ചാറാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പൂൺ നനഞ്ഞത് എടുക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് കേടായി പോവും, പിന്നെ പൂപ്പലൊക്കെ പിടിക്കും. എപ്പോഴും നനവില്ലാത്ത സ്പൂൺ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഗൈസ്, അപ്പം നമ്മുടെ ചെമ്മീനച്ചാർ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാ ചെമ്മീനച്ചാർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യണതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ട് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബും ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ടാറ്റാ.